പ്രത്യേകമായി ദൈവവചന കേൾക്കുവാനും കർത്താവിന്റെ വചനത്തിൽ കൂടി ഒന്ന് നമ്മളെ തന്നെ ബലപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി കർത്താദാസൻ പാസ്റ്റർ വിയോ വർഗീസും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം, ശുശ്രൂഷയിലുള്ള ബന്ധങ്ങൾ വളരെ ആഴമായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന ഈ വേദിയിൽ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബാക്കി എല്ലാ ദൈവദാസന്മാരെയും നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ കൂടിവരവ് നമ്മുടെ ആത്മീക ജീവിതത്തിന് വർധനവിന് കാരണമായി തീരട്ടെ. എനിക്ക് മലയാളത്തിൽ അല്പം പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒരാള് മലയാളം എനിക്ക് വായിച്ചു തരണം കേട്ടോ. എനിക്ക് മലയാളം വായിച്ചു തരണം. അപ്പം ഹോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, വേറെ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ സിസ്റ്റം ആക്കി വെച്ചിരിക്കുന്നത്. സോ ഓൺലി ഹോസ്റ്റ് ക്യാൻ അൺമ്യൂട്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ആ വേർഡ്സസ് എനിക്കൊരു മലയാളത്തിൽ വായിച്ചു തരണം. നിങ്ങൾക്കറിയാവുന്നവര്, ഞാൻ ഹിന്ദിക്കാരനാ. ഞാൻ ജനിച്ചു വളർന്ന എല്ലാം മധ്യപ്രദേശിലാണ്, പിന്നെ ബോംബെയിലായിരുന്നു. മലയാളമായിട്ട് അങ്ങനെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾ വായിച്ച് സഹായിച്ചാലും അത് വലിയൊരു സന്തോഷമായിരിക്കും. ഇന്ന് പകൽക്കാലം, ഇവിടെ പകൽക്കാലമാ, നിങ്ങളുടെ അവിടെ ഈവനിങ്ങാ. കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ ഇടപെടുന്നുണ്ടായിരിക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകമായി ഈ നാളുകളിൽ ഡാനിയൽ ആൻഡ് റെവലേഷൻ എന്നില്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കർത്താദാസൻ വളരെ നല്ലൊരു ടീച്ചറാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അല്ല ഇന്ന് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ ആത്മാവ് എന്നോട് വളരെ ശക്തമായി ഇടപെട്ടതും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു ഭാഗം കൂടിയാ. ചർച്ചിൽ വളരെ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, uniqueness of Father God, uniqueness of Son Jesus Christ, uniqueness of Holy Spirit. കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായി ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുണീക്നെസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം. പക്ഷേ അതിനകത്ത് വളരെ കാതലായിരിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ബേസിക്കലി ഇറ്റ് ഈസ് യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള യേശു ക്രിസ്തുവിന്റെ അതുല്യത, യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം നമ്മൾ ശുശ്രൂഷിക്കുന്നതും സേവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാ പുത്രനായ യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തത്. ത്രിയേകനായ ദൈവം, ത്രിത്വത്തിൽ നമ്മൾ ഇന്ന് കടന്നു വരുവാണെങ്കിൽ ത്രിയേകനായ ദൈവത്തിന്റെ ഫംഗ്ഷനിൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ ആയിരുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്ന് മനുഷ്യനോടൊപ്പം നിന്നിട്ട് തൻ്റെ ശരീരയാഗം, തൻ്റെ മരണം, തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലത് ഭാഗത്ത് പോകുന്ന മുമ്പേ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്നില്ല. അനാഥരായി വിടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകി തരും, ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പറിനെ നൽകി തരും. ദാറ്റ് മീൻസ് എക്സാക്ട്ലി യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ചെയ്യേണ്ട കാര്യങ്ങൾ, യേശു ചെയ്ത കാര്യങ്ങൾ ഇനിയും തൊട്ട് യേശു ചെയ്യത്തില്ല. ഇനിയും തൊട്ട് യേശുവിന്റെ സ്ഥാനം ഇവിടുന്ന് മാറി, ഭൂമിയിൽ നിന്ന് ആ സ്ഥാനം മാറി പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ യേശു അദൃശ്യനായ യേശു നമ്മളോടൊപ്പം ഇല്ലെന്നല്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ എന്തൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു, ഞാൻ എന്തൊക്കെ ചെയ്തു, അതെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കുവാനും ഞാൻ നിങ്ങൾക്കൊരു സഹായകൻ നൽകി തരുക. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുമ്പോൾ ഒരു സഹായകൻ വരും. ആ സഹായകൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ച എല്ലാ സത്യത്തിലും എല്ലാ നീതിയിലും വഴി നടത്തും. അതാ പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശു കർത്താവിന്റെ ഭൂമിയിലുള്ള വാസം മാറി സ്വർഗത്തിലേക്ക് യേശു പോയതിനു ശേഷം പിന്നെ ഭൂമിയിലുള്ള ശുശ്രൂഷ ഏറ്റെടുത്തത് പരിശുദ്ധാത്മാവ്. അതിന്റെ അർത്ഥം പിതാവ് ഇൻവോൾവ് ആകുന്നില്ലെന്നല്ല, അതിന്റെ അർത്ഥം യേശു ഇൻവോൾവ് ആകുന്നില്ലെന്നല്ല, അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുമല്ല. ത്രിയേകനായ ദൈവം ഈ ഒരു ഭാഗത്തിൽ ഉണ്ടെങ്കിലും ശക്തമായി യേശുവിന്റെ അസാന്നിധ്യത്തിൽ, ഫിസിക്കലായി യേശു നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട്, ഫിസിക്കലായി യേശുവിന്റെ സാന്നിധ്യം ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് ഇവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് അങ്ങനെയാ ഭൂമിയിലുള്ള സകല വ്യക്തികളെയും പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്നു
എല്ലാ പാപികളെയും യേശുവിലേക്ക് നയിക്കുക. അപ്പോൾ പരിശുദ്ധാത്മ ഉള്ളിൽ വസിക്കുന്നില്ലെങ്കിലും കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ യേശുവിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ഒന്ന് തുറക്കുക, അതുപോലെ തന്നെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയാ ഒരു നാളിൽ നമ്മളൊക്കെ യേശു ഭൂമിയിൽ ഇല്ലാത്ത സമയത്ത് ഈ പരിശുദ്ധാത്മാവ നമ്മളെ യേശുവിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാ യേശുവിന്റെ വചനം കേട്ട് നാം യേശുവിനെ വിശ്വസിച്ച് യേശു കാണിച്ച സ്നാനത്തെ ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ സ്നാനം ഏറ്റെടുക്കുകയും നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാ നാം ക്രിസ്തുവിനോടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ നമ്മളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ക്രിസ്തുവിനോട് ബന്ധം പ്രാപിച്ച ദൈവമക്കൾ ഇനി നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രിസ്തുവിനെ നമ്മളെ ബന്ധപ്പെടുത്തിയ ഈ ക്രിസ്തുവിന്റെ യുണീക്നെസ് മറ്റേ ആരുടെ ഇടയിലും ഇല്ലാത്ത ഒരു യുണീക്നെസ് ക്രിസ്തുവിലുണ്ട്. മറ്റേ ആർക്കും ഇല്ലാത്ത ഒരു യുണീക്നെസ് പരിശുദ്ധാത്മാവിലുണ്ട്. മറ്റേ ആർക്കും ഇല്ലാത്ത ഒരു യുണീക്നെസ് പിതാവാം ദൈവത്തിനുണ്ട്. പിതാവാം ദൈവം പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് യേശു അല്ല, യേശു പരിശുദ്ധാത്മാവല്ല, യേശു പിതാവുമല്ല. ഈ ത്രിത്വം നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന കാര്യമായതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് 3 വ്യക്തികളാണ്. അപ്പോൾ യേശുവിന്റെ പാട്ടിൽ വളരെ യുണീക്ക് ആയിരിക്കുന്നു, അതുല്യനായ യേശു ആയിരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പാട്ടിൽ വളരെ അതുല്യനാകുന്നു. പരിശുദ്ധാത്മാവ് വേറൊരു പരിശുദ്ധാത്മാവില്ല. അപ്പോൾ പിതാവ് വേറൊരു പിതാവില്ല. അങ്ങനെ ത്രിയേകനായ ദൈവം ഓരോ വ്യക്തിക്കും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട്. ഇന്നത്തെ പഠനം യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള യുണീക്നെസ്, കാതലായ അതുല്യനായ യേശു. എന്തുകൊണ്ട് യേശു എല്ലാത്തിലും യുണീക്ക് ആയിരിക്കുന്നു? ഇനി ഒരു കാര്യം കൂടി, യുണീക്നെസ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. നാം ആ പഠനത്തിൽ മാത്രമല്ല, ആ യുണീക്ക് ആയിരിക്കുന്ന അതുല്യനായ യേശുവിൽ എനിക്ക് എന്താ കാര്യം? അതുല്യനായ യേശു അതുല്യനായതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അതിലെന്താ കാര്യം? അതാ നമുക്ക് നോക്കേണ്ടത്. ഇനി ഒരു പുസ്തകം വായിച്ചു യേശു അതുല്യനാ, അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് എടുത്തിട്ട് യേശു അതുല്യനായി എന്നുള്ള കാര്യം മനസ്സിലാക്കി ഈ തലച്ചോറിനകത്ത് അത് നിറച്ചിട്ട് പോകുന്നതിനേക്കാൾ ഉപരിയായി അതുല്യനായ യേശുവായിട്ട് എനിക്ക് എന്താ കാര്യം? അതാ ഇമ്പോർട്ടന്റ്. ഇവിടെ പഠനങ്ങൾ ഒത്തിരി ഉണ്ട്. എത്രയോ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുന്നു, എത്രയോ ഫിലോസഫിയെ കുറിച്ച് പഠിക്കുന്നു, എത്രയോ ഇസമിനെ കുറിച്ച് പഠിക്കുന്നു. എല്ലാ ഇസമുകളും എല്ലാ ഫിലോസഫിക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ആ ഫിലോസഫി, ആ ഇസംസും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. നമ്മളോട് ബന്ധപ്പെട്ട ഈ ഫിലോസഫിക്ക് എന്താ പറയാനുള്ളത്? അതാ ഇമ്പോർട്ടന്റ്. അപ്പം വേറെ ഫിലോസഫികൾക്ക് നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ട് അതുല്യനായ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. മറ്റേ ആർക്കും ഇല്ലാത്ത ചില ഗുണങ്ങൾ യേശുവിനുണ്ട്. മറ്റേ ആർക്കും ഇല്ലാത്ത പവർ യേശുവിനുണ്ട്. മറ്റേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം യേശു ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ളതിൽ എൻ്റെ യേശു വളരെ വ്യത്യസ്തനായിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ട ജനത്തോടാ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നമുക്കിത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇത്രയും ദൈവങ്ങൾ ഉള്ളപ്പോൾ, ഇത്രയും ഫിലോസഫികൾ ഉള്ളപ്പോൾ, ഇത്രയും പഠിപ്പീരുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് യേശു വ്യത്യസ്തനായിരിക്കുന്നു? ആ വ്യത്യസ്തതയാ ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വ്യത്യസ്തനായ യേശുവിന്റെ ഗുണവിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, യേശു വ്യത്യസ്തനായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു നല്ല ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷമായിരിക്കുന്ന ഈ നമ്മൾ സാധാരണ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ അധികം ബന്ധങ്ങളില്ലാത്ത ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവർ യേശുവിനെ പരിചയപ്പെടുത്തലിൽ നമുക്കറിയാം 2000 വർഷത്തിലുള്ള പരിചയമേ അവർ പറയാറുള്ളൂ. പക്ഷെ ഒരു ദൈവവചനം പഠിക്കുന്ന നമുക്കറിയാം യേശുവിന്റെ ആയുസ് ഈ 2000 വർഷം ഒന്നും അല്ല. യേശു മനുഷ്യരൂപമായി ഇറങ്ങി വരുന്ന മുമ്പേ തന്നെ യേശു ഉണ്ട്.
സൃഷ്ടിയുടെ ആരംഭം മുതൽ യേശു ഉണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ. ദാറ്റ് മീൻസ് യേശു ഇല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒത്തിരി വചനങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് മീൻസ് ജനനത്തിന്റെ മുമ്പിലും നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ഉണ്ടായിരുന്നു. ആ ഒരു അതുല്യത വേറെ ആർക്കുമില്ല. എല്ലാ ദൈവങ്ങൾക്കും എല്ലാ ഇസമുകൾക്കും ഒരു ആരംഭമുണ്ട്, ഒരു അവസാനമുണ്ട്, ഒരു യുഗമുണ്ട്. യേശുവിനെ സംബന്ധിച്ച് ഒരു യുഗത്തിനകത്ത് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു ഡിസ്പെൻസേഷണലിസത്തിനകത്ത് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ യേശു ഡിസ്പെൻസേഷനകത്ത് വരുന്ന യേശു അല്ല. ടൈം സ്പേസ് മാറ്റർ യേശുവിന്റെ അകത്ത് വരുന്നതാണ്. അല്ലാതെ ടൈം സ്പേസ് ആൻഡ് മാറ്ററിന്റെ ഉള്ളിലല്ല യേശു വരുന്നത്. ടൈം സ്പേസ് ആൻഡ് മാറ്ററിന്റെ പുറത്തായിരിക്കുന്നു യേശു. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഒരു മാറ്റർ ഉണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, യേശുവിനാല എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും അല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ പേരെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ യേശു കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആദ്യം മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മാനവ അവതാരത്തിന്റെ മുമ്പിൽ തന്നെ യേശു ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്തുവാ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 വരെ 3 വരെയുള്ള വാക്യങ്ങളുണ്ട് അല്ലെ. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, and the word was with God, and the word was God. He was with God in the beginning. അപ്പൊ മലയാളത്തിൽ എന്താ വായിക്കാം? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നമുക്ക് ആ ഭാഗം എനിക്ക് നന്നായി മെമ്മറിയിൽ ഉള്ളത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ആദിയും വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. പിന്നെ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഈ വാക്യങ്ങൾ നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവ്, തനിക്ക് ആയുസ് 2000 വർഷം മാത്രമൊന്നുമല്ല. ഈ ഭൂമിക്ക് ആയുസ് ഉണ്ടാകുന്ന മുമ്പേ ആദ്യം അനന്തത ആദ്യത്തിലും അനന്തത അവസാനം വരെ നിൽക്കുന്ന ഒരു നാമത്തെയാ നാം ശുശ്രൂഷിക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മൾ നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വെയിറ്റ് എന്തുവാന്ന് ചോദിച്ചാൽ, 2000 വർഷത്തിന്റെ ചരിത്രം പറയുന്ന ഒരു യേശുവിനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഭൂമി ഉളവാകുന്ന മുമ്പേ പിതാവിനോടൊപ്പം ഇരുന്ന ഒരു യേശു, അന്നു മുതൽ എന്നെ കണ്ടവൻ, എന്നെ സൃഷ്ടിച്ചവൻ, ഭൂമി സൃഷ്ടിക്കുന്ന മുമ്പേ എന്റെ പേര് ചൊല്ലി വിളിച്ചവൻ, അവൻ എന്നെ അറിയുന്നു. അപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ചെന്നും യേശുവിന്റെ നാമത്തിൽ നിൽക്കണമെന്നും അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോഴൊക്കെ ആ വെയിറ്റ് വരുന്നത് ഇവിടുന്ന്. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവിടുന്ന് ഈ വെയിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ ഈ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ദൈവത്തോടൊപ്പമായിരുന്നു. ഈ വചനം ദൈവമായിരുന്നു. ഈ വചനം ആദ്യം മുതൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വചനം കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ദൈവവചനത്തിൽ കൂടിയ. പിന്നെ 14-ാം വാക്യത്തിൽ വായിക്കും എങ്ങനെയായിരുന്നു? ആ വചനം ദേഹധാരിയായി വന്നു, ദേഹം ധരിച്ചു വന്നു, ദേഹം ധരിച്ചു വന്നു. അപ്പോൾ ഈ വചനമാ ഫ്ലഷായി മാറിയത്, അതാ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്, ഇന്ന് നാം മുട്ടുമടക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ്, അതിന്റെ വെയിറ്റ് എന്ന് മനസ്സിലാക്കി. ആ കർത്താവിനെ പോൽ വേറെ ആരുമില്ല. എല്ലാ ഇസമകൾക്കും പറയാൻ ഒരു ആരംഭമുണ്ട്. അത് ആ ഒരു ദൈർഘ്യം തീരുമ്പോൾ ഒരു അവസാനമുണ്ട്. പക്ഷെ ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, അതുല്യനായ കർത്താവ്. അതുകൊണ്ട് അതുല്യനായ കർത്താവിനെ മനസ്സിലാക്കിയ ദൈവമക്കൾ ആ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും. ദൈവമക്കളെ, നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ, നാം ഒരു പ്രസംഗിക്കുമ്പോൾ, അതിന് പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം,
ഉണ്ണിയായ യേശുവിനെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഈ ക്രൂശിൽ മാത്രം മരിച്ച് ഒരു 30 വർഷത്തിന്റെ ആയുസ്സിലുള്ള ഒരു മനുഷ്യനെ അല്ല നമ്മൾ അവിടെ കാണുന്നത്. അതിനേക്കാൾ ഉപരിയായി ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും നമ്മളോടൊപ്പം ഇരിക്കുന്ന ഒരു കർത്താവിനെയാ, അതുല്യനായ കർത്താവ്. ഈ കർത്താവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ ഭാഗമുണ്ട്, കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം അവിടെ വായിക്കുന്ന. അപ്പൊ പുതിയ നിയമത്തിൽ ഈ പ്രകാശനം എങ്ങനെയാണ്? പഴയ നിയമത്തിൽ ഞാൻ 2 വാക്യങ്ങൾ എടുത്തത് പുതിയ നിയമത്തിലാ. പുതിയ നിയമത്തിൽ ഈ പ്രകാശം നോക്കിക്കേ. ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ഇൻ ഹിം ഓൾ തിങ്സ് ഹോൾഡ് ടുഗദർ. വാട്ട് എ പവർഫുൾ വേർഡ് അത്. വായിച്ചോ. അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും മുമ്പിലുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിലും ആധാരമായിരിക്കുന്നു. ഇംഗ്ലീഷ് പറഞ്ഞേ ഓൾ തിങ്സ് ഹോൾഡ് ടുഗദർ. സകലത്തിന്റെ ഫൗണ്ടേഷൻ ആയിരിക്കുന്നു. അപ്പോൾ നാം സേവിക്കുന്ന യേശുവിനെ പോലെ അതുല്യൻ വേറെ ആരുമില്ല. ഇന്നത്തെ ലോകത്തിൽ എല്ലാവർക്കും ഓരോ ഗുണങ്ങളുള്ളപ്പോൾ, ഓരോ ക്വാളിറ്റി ഉള്ളപ്പോൾ, സകല ക്വാളിറ്റിയുമായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. തന്റെ വചനം കൊണ്ട് സകലത്തെയും ഹോൾഡ് ചെയ്യുന്നു. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഒരു അൺസർട്ടൻ വേൾഡിലാണ് താമസിക്കുന്നത്. ദാറ്റ് മീൻസ് എപ്പോഴും അൺസർട്ടനിറ്റിയാണ് നമ്മുടെ മുമ്പിൽ. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചഞ്ചലനായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഒരു മാറുന്ന സ്ഥിതികളാ. സർക്കംസ്റ്റൻസ് മാറുന്ന സർക്കംസ്റ്റൻസാ. പക്ഷെ മാറുന്ന സർക്കംസ്റ്റൻസിൽ, മാറുന്ന റിപ്പോർട്ടുകളിൽ സകലതും എല്ലാം ആടി ഉലയുമ്പോൾ ഉലഞ്ഞു പോകാത്ത, നിലനിർത്താൻ കഴിവുള്ള ഒരു അതുല്യനായ യേശുവില നമ്മുടെ വിശ്വാസം. നമ്മൾ സേവിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്ന കർത്താവ് അതുല്യനായ കർത്താവ്. സോ അതുല്യനായ കർത്താവിന്റെ ഏറ്റവും വലിയ അതുല്യം പ്രീ എക്സിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഭൂമിയിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല. ജനിക്കുന്ന മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമില്ല. ജനിക്കുന്ന മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ദൈവവുമില്ല. എല്ലാ ദൈവങ്ങൾക്കും ഒരു ജനനം, ഒരു മരണത്തോടുകൂടി അവസാനിക്കുമ്പോൾ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് അവൻ ഭൂമിയിൽ അവതരിക്കുന്ന മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അവതരിച്ചു പോയതിനു ശേഷം ഇപ്പോഴുമുണ്ട്. സദാകാലം നിൽക്കുന്ന ഒരു കർത്താവ്, അതുല്യനായ ഈ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് ഈ ഒരു കർത്താവിനെ കാണുവാൻ എൻ്റെ കണ്ണുകൾ കർത്താവ് തുറന്നു, പരിശുദ്ധാത്മാവ് തുറന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട്? ദൈവമക്കളെ, നമ്മളൊക്കെ പാപികളായിരുന്നു, നമ്മളൊക്കെ ദോഷികളായിരുന്നു, നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പ് ഇരുട്ടായിരുന്നു. നാം ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ ഒരു പെന്തിക്കോസ്കാരനായി ജനിച്ചതുകൊണ്ടോ ഒന്നും അല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിലേക്ക് നയിച്ചു. യേശുവിനെ കാണുവാൻ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു, നമ്മുടെ കണ്ണിന്റെ അന്ധതകൾ മാറ്റി. അത് തുറന്നില്ലായിരുന്നെങ്കിൽ ഈ കർത്താവിനെ കാണാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ അനേകർ കർത്താവിനെ കാണുന്നുണ്ട്, പക്ഷെ ഈ കർത്താവിനെ അതുപോലെ വിശ്വസിക്കാൻ പറ്റിയതാ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളെ, അങ്ങനെ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ യേശു ക്രിസ്തു അതുല്യനായിരിക്കുന്ന രണ്ടാമത്തെ കാരണം എന്തുവാന്ന് ചോദിച്ചാൽ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്. സി, ജഡ അവതാരം എടുത്തു എന്ന് പറയുന്ന ഒത്തിരി ദൈവങ്ങൾ ഉണ്ടെങ്കിലും യേശു അവരിൽ വളരെ വ്യത്യസ്തനായിരിക്കുന്നു. ജഡാവതാരം എടുത്ത ഈവന് ഇനിയിപ്പം നമ്മള് അടുത്ത ദിവസങ്ങൾ മരിച്ച മെത്രാപ്പോലിക്കൻ ആയിക്കോട്ടെ, ഇതുപോലത്തെ പല മെത്രാപ്പോലിക്കന്മാരും അവരൊക്കെ വാഴ്ത്തും, അവരെയൊക്കെ സെയിന്റ് ആയി പ്രഖ്യാപിക്കും. പക്ഷെ നമുക്കറിയാം ഇവരെല്ലാം ജനിച്ചത് എവിടാണെന്നും ഇവര് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എവിടെ പോയിട്ടുണ്ടായിരിക്കും എന്നും ഊഹിക്കാനേ ഉള്ളൂ. ഇനി ഇവര് ആരെ സെയിന്റ് ആക്കി മാറ്റിയാലും, അങ്ങനെ ആക്കി മാറ്റിയതും കൂടെ ഒരാൾ സെയിന്റ് ആകുന്നില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് ആരംഭം മുതൽ ഈ ഭൂമിയിൽ മാനവ അവതാരം എടുക്കുന്ന മുമ്പേ, മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരുന്ന മുമ്പേ, മനുഷ്യനായി ഇറങ്ങി വരുന്ന മുമ്പേ താൻ ദൈവമായിരുന്നെന്ന് നാം ആദ്യ ഭാഗത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ട് ഇറങ്ങി വന്ന ഈ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ അത് ഞാൻ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം അത് ആദ്യത്തെ ഭാഗത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്തായിരുന്നു. The word became flesh
and made his dwelling among us. We have seen his glory, the glory of the one, the only Son, who came from the Father, full of grace and truth. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ ഈ സുവിശേഷം ഒക്കെ എഴുതുന്നത് ബാക്കി എഴുത്തുകൾ വന്നതിന് ശേഷമാണ്, അല്ലെ? ആദ്യം പൗലോസിന്റെ എഴുത്തുകൾ ആദ്യം വന്നത്, അതിനൊക്കെ ശേഷം ഗോസ്പൽസ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ യോഹന്നാൻ ഈ 1:14 3 കണക്ഷനാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കണക്ഷൻ പറഞ്ഞത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കണക്ഷൻ പറയുന്നു. എന്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കണക്ഷൻ? ദ വേർഡ് ബിക്കേം ഫ്ലഷ്. ദാറ്റ് മീൻസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ള വേർഡ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഫ്ലഷ് ആയി മാറി. മലയാളത്തിൽ ഇത് വായിക്കാം. 1:14 വായിച്ചത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആ ഭാഗം ഒരു പക്ഷേ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഓ, പിതാവിൽ നിന്ന് ഏകജാതന്റെ തേജസ്സായി കണ്ടു. ആ പദം വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. നാടത്തിൽ ഒന്നാമത്തെ കാര്യം പഴയ നിയമത്തെ കണക്ട് ചെയ്യുക. യോഹന്നാൻ എഴുതുമ്പോൾ പഴയ നിയമത്തെ കണക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനത്താൽ എല്ലാം ഉളവായത്. പിന്നെ താഴെ വന്നിട്ട് പറയുക, ഈ വചനം ജഡം ധരിച്ചു വന്നു, ജഡത്തിൽ വന്നു, became flesh. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, and dwell among us. ഞങ്ങളുടെ ഇടയിൽ അവൻ താമസിച്ചു, ഡ്വെൽ ചെയ്തു, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ദാറ്റ് മീൻസ് ശ്രദ്ധിച്ചേ, ആ വേ ശ്രദ്ധിക്കാൻ പറ്റുമോ? പഴയ നിയമത്തിലെ, ദാറ്റ് മീൻസ് സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള വചനം, പിതാവിനോടൊപ്പം ഇരുന്ന വചനം, പിതാവിൽ മാത്രം നിന്ന വചനം, ഈ വചനം ജഡമായി വന്നപ്പോൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അത് കഴിഞ്ഞിട്ട് താൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി. ഞങ്ങൾ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടതാ, അനുഭവിച്ചതാ. ഇത് എവിടുത്തെ കാര്യമായി പറയുന്ന യോഹന്നാൻ? നമുക്കറിയാം എവിടാ കണ്ടത്, അല്ലേ? അപ്പോൾ യോഹന്നാനും ഈ 3 ശിഷ്യന്മാരൊക്കെ, ഇവരെ യേശു വളരെ അടുത്ത് സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു ശിഷ്യനായിട്ടാണ് നമുക്ക് യോഹന്നാനെ കാണുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനും ഇവര് ഒരുമിച്ച് പോയ സമയങ്ങളുള്ള നിമിഷങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ ട്രാൻസ്ഫിഗറേഷൻ ഈവന്റ് ഇത് കാണിക്കുന്നത്. ട്രാൻസ്ഫിഗറേഷൻ, മരുരൂപ മലയിലെ യേശുവിന്റെ ഒരു ഏകജാതനായ ദൈവത്തിന്റെ പുത്രന്റെ ആ സ്വരൂപവും ആ ഗ്ലോറി കണ്ടപ്പോൾ ഇത് മറക്കാൻ പറ്റാത്ത മനുഷ്യൻ താൻ വർഷങ്ങൾക്ക് ശേഷം താൻ എഴുതുമ്പോൾ പറയുക, ആ വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ പാർത്തപ്പോൾ ഞങ്ങൾ അവന്റെ തേജസ് കണ്ടതാ. അത് ഏകജാതനായ പുത്രന്റെ തേജസ്, ദൈവം ഞങ്ങളെ കാണിച്ചതാ. അങ്ങനെ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഹു കെയിം ഫ്രം ഫാദർ ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. പിതാവിൽ നിന്ന് വരുന്നു, മൊത്തം കൃപയാൽ നിറഞ്ഞിരിക്കുന്നു, സത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത്രയും വലിയ വാലിഡേഷൻ ആണ് തന്നത്. ദൈവമക്കളെ, ഇതുപോലെ അതുല്യനായ ഒരു ദൈവം വേറെ എങ്ങുമില്ല. കാരണം പഴയ നിയമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല, പഴയ നിയമത്തിന്റെ പുസ്തകത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. പഴയ നിയമത്തിൽ ഈ ദൈവത്തെ എങ്ങും നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ആത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ പറയുക, സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ട എല്ലാം അവനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടു. ആ ദൈവമാണ് നമ്മുടെ ഇടയിൽ കൂടാരമായി ഇറങ്ങി വന്നത്, നമ്മുടെ ഇടയിൽ വന്ന് താമസിച്ചു. ഈ ഡ്വെൽറ്റ് മാത്രമല്ല, തേജസ്സും കാണിച്ചു. ഞങ്ങൾ വെറുതെ വാക്കുകൾ പറയാനല്ല. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഈ യോഹന്നാൻ 100 പ്രാവശ്യം മരിച്ചിട്ടുണ്ട്, 100 പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. തന്നെ റോമൻ സർക്കാർ തന്നെ നാട് കടത്തി പത്മോസിൽ കൊണ്ടുപോകുമ്പോൾ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ, എത്രയോ പ്രാവശ്യം മർദ്ദിച്ചപ്പോൾ, കാരാഗ്രഹത്തിലിട്ടപ്പോൾ, ഹൗസ് അറസ്റ്റിലായിരുന്നപ്പോൾ, മരിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം നീ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞാൽ മരിക്കാം, ഈസി ആയിട്ട് മരിക്കാം എന്ന് പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും അതിൽ നിന്ന് മാറാത്തതും, തിളക്കുന്ന എണ്ണയ്ക്കകത്തുനിന്ന് ചാടി കുതിച്ച് വെളിയിലിറങ്ങിയതും, പത്മോസ് ദ്വീപിൽ ആ ദൈവത്തിന്റെ ആ ദിവസം, ആ കർത്താവിന്റെ നാൾ വന്നപ്പോൾ കണ്ണുകൾ സ്വർഗത്തിൽ ഉയർത്തി പിടിച്ചതൊക്കെ
അതിന്റെ ഒരു മൂല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ കണ്ട ആ വചനം ജഡമായി വന്നു. ജഡമായി വന്നത് മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ പാർത്തപ്പോൾ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വില കൊടുത്താലും ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കും. അതുകൊണ്ട് വില കൊടുക്കുവാൻ തയ്യാറായി. ഒരു കാര്യത്തിലും ആരും തന്റെ പ്രാണൻ വില കൊടുക്കത്തില്ല. പക്ഷെ ഇത് പ്രാണൻ പോലും വില കൊടുക്കുവാൻ കഴിവുള്ളതും പ്രാപ്തിയുള്ള ഒരു അതുല്യനായ കർത്താവാണെന്ന് യോഹന്നാൻ മനസ്സിലാക്കിയതും കൊണ്ട് പ്രാണൻ പോയാൽ പോലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ഈ അതുല്യനായ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുവാനും വരച്ച് കാണിക്കുവാനും യോഹന്നാനെ പരിശുദ്ധാത്മ ഉപയോഗിച്ചു. ദൈവമക്കളെ, നമ്മൾ എങ്ങനെയാ കർത്താവിനെ അറിയേണ്ടത്? 2000 വർഷം മുമ്പേ നമ്മൾ ഇല്ലായിരുന്നു. 2000 വർഷത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് കണ്ടതും കേട്ടതും അത് യോഹന്നാനും ശിഷ്യന്മാർ മാത്രമല്ല, അന്നത്തെ എല്ലാ ചരിത്ര പുസ്തകത്തിലും യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശുവിന് എതിരാളികൾ എഴുതിയ ചരിത്ര പുസ്തകം, റോമാ സർക്കാരുകളിൽ നിറഞ്ഞു നിന്ന ചരിത്രകാരന്മാർ, അവർക്കെല്ലാം എഴുതാൻ പറ്റിയ ഒരു ചരിത്രമായിരുന്നു യേശുവിന്റെ ചരിത്രം. ദാറ്റ് മീൻസ് യേശുവിന്റെ ചരിത്രം ഒരു ഗൂഢമായ നിരൂപിച്ച് എഴുതിയ ഒരു കഥയല്ലായിരുന്നു. യേശുവിന്റെ ചരിത്രം ആരും മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതിയ ഒരു കഥയല്ലായിരുന്നു. ശത്രുക്കൾ പോലും അവരുടെ ചരിത്ര പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ഒരു കഥയായിരുന്നു യേശുവിന്റെ കഥ. അന്ന് കണ്ടവരും അന്ന് തൊട്ടവരും അന്ന് സാക്ഷീകരിച്ചവരും. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഈ ലേഖനം എഴുതുമ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ 500-ലധികം ആൾക്കാര് മരിച്ചുയർത്ത യേശുവിനെ കണ്ടവർ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത്രയ്ക്കും വാലിഡേറ്റ് ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണ്. അങ്ങനാണെങ്കിൽ ഈ പുസ്തകത്തിൽ കർത്താവിനെ അറിയുവാനും കർത്താവിനെ ധ്യാനിക്കുവാനും നാം കർത്താവിനോട് ആരാധിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ അതുല്യനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. യോഹന്നാൻ എഴുതി കാണിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ട മഹിമ കണ്ട സാക്ഷികളാ. പത്രോസ് പറയുന്നു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. ഒരിക്കൽ പത്രോസോട് യേശു പറഞ്ഞല്ലോ, നിനക്കും വേണമെങ്കിൽ, എല്ലാവരും ഇത്രയും കഠിനമായൊന്നും പഠിപ്പിക്കില്ലേ കർത്താവ്, എല്ലാവരും കടന്നു പോകുക. കർത്താവ് പറയുന്നുണ്ട്, പത്രോസ് നിനക്കും വേണമെങ്കിൽ പോകാം. പക്ഷേ പത്രോസോട് മറുപടി ഒന്ന് പറയുന്നുണ്ട്, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വരിയോ, നിത്യജീവ മൊഴികൾ നിന്നിലല്ലോ പരനെ. ദൈവമക്കളെ, ഒരു കാര്യം ഇവിടെ, അത്രയ്ക്കും അതുല്യനായ ഒരു കർത്താവായതുകൊണ്ട് വിട്ടുപിരിയാൻ പറ്റത്തില്ല. യോഹന്നാനെ വിട്ടുപിരിയാൻ പറ്റത്തില്ല. ഇനിയും ഭാരതത്തിൽ ഇന്നല്ല, ഇതിനെക്കാട്ടിലും അപ്പുറം പെർസിക്യൂഷൻ വന്നാൽ, തകർച്ചകൾ വന്നാൽ, ഇനിയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വിദേശി യേശു ആണെന്ന് പറഞ്ഞ് മാറിപ്പോയാൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവൻ കൊടുത്താൽ പോലും ഇതുപോലൊരു അതുല്യനായ ദൈവത്തെ വേറെ ആർക്കും വെക്കാൻ പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ ഒരു ജീവിതമല്ല, 100 ജീവിതം ഈ യേശുവിന് വേണ്ടി കളയാൻ നമ്മൾ തയ്യാറാകണം, മരിക്കാൻ തയ്യാറാകണം, എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറാകണം. ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? ഞാന് വാസ്തവമായി ഈ വചനം അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെ ദൈവസ്നേഹം നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. കാരണം ഇത്രയും അതുല്യനായ ഒരു ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചവരെന്ന ദൈവമക്കളെ, ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റിയില്ല. ഒത്തിരി പേര് ഇത് കണ്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റിയില്ല. ഇനി ഒത്തിരി പേർ കണ്ട് വിശ്വസിച്ച് വന്നിട്ട് പോലും നിലനിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട് വിശ്വസിച്ച് കൃപയാൽ ഇന്ന് വരെ വീടാതെ നമ്മളെ സൂക്ഷിച്ച് നടത്തുന്ന അവന്റെ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മരിക്കുന്നത് വരെ ഈ അതുല്യനായ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ. പ്രൈസ് ഗോഡ്. അടുത്തത്, ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു വാക്യമാണ് കേട്ടോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കട്ടെ, പിന്നെ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിച്ച് സഹായിച്ചാലും. ബട്ട് എംപ്റ്റീഡ് ഹിംസെൽഫ്, യേശുവിനെ കുറിച്ച് പറയുക, ബട്ട് എംപ്റ്റീഡ് ഹിംസെൽഫ് ബൈ ടേക്കിംഗ് ദ ഫോം ഓഫ് എ സെർവന്റ്, ബീയിങ് ബോൺ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് men and being found in human form, he humbled himself by becoming obedient to the point of death, even death on a cross. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ മനുഷ്യനായി അവതരിച്ച ഭാഗത്തിൽ അതിനെ എടുത്തു പറയുന്ന ഒരു ഭാഗമാ ഫിലിപ്പിയ ലേഖനം, അതിന്റെ 2-ാം അധ്യായം 7-8 വാക്യം. എഴുതിക്കുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. മലയാളത്തിൽ നിന്ന് വായിക്കാം. വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി
തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റിലും വളരെ അതുല്യനായിരുന്നു യേശു. അതെന്തു അതിന്റെ കാരണം? ഒന്നാമത്തെ കാര്യം, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെ ഒഴിച്ചു. താൻ ദൈവമായിരുന്നപ്പോൾ ദൈവത്തിന്റെ തേജസ്സിലിരിക്കുന്ന പുത്രൻ തന്റെ ദൈവത്വം ഒന്ന് വെടിഞ്ഞിട്ട് മനുഷ്യനായി ഇറങ്ങി വന്നു. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, മനുഷ്യ വേഷം ധരിക്കുക എന്ന് പറയല്ലേ, 100% യേശു മനുഷ്യനായിരുന്നു. 100% ദൈവമായിരിക്കുമ്പോൾ തന്നെ 100% യേശു മനുഷ്യനായിരുന്നു. പകുതി മനുഷ്യനും പകുതി ദൈവവും അല്ല. പൂർണ്ണ ദൈവവും മനുഷ്യനില്ല, അന്നുമല്ല. 100% ദൈവം, 100% മനുഷ്യൻ. ദാറ്റ് മീൻസ് he was God 100%. there was no mix. ഒന്ന് കുറവും ഒന്ന് കൂടുതലും അല്ല. ഇവിടുത്തെ ATM എടുത്ത് അവിടെ ഉപയോഗിക്കുകയും അവിടുത്തെ ATM എടുത്ത് ഇവിടെ ഉപയോഗിക്കുകയും അല്ല. he was 100% human. അപ്പോൾ ഹ്യൂമനായി ഇറങ്ങി വന്നപ്പോൾ തൻ്റെ ആ തേജസ്സുള്ള ദൈവത്വം ഒന്ന് അതിൽ നിന്ന് എംപ്റ്റി ചെയ്ത് തന്നെത്താനെ മനുഷ്യത്തിൽ അത്രയ്ക്കും താഴ്ത്തി ഒരു മനുഷ്യനായി ഇറങ്ങി വരുവാൻ താൻ തയ്യാറായി. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അനുസരണം നിമിത്തം ക്രൂശിലെ മരണം സഹിക്കുവാൻ താൻ ഒബീഡിയന്റ് ആയിരുന്നു, താൻ ഹംബിൾ ആയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ ഈ ലോകത്തിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അതുല്യനായ കർത്താവ്, ആദ്യം മുതലുള്ള കർത്താവ് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു, തന്നെത്താനെ ഒഴിച്ചു, എംപ്റ്റി ചെയ്തു, ആൻഡ് ബോൺ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മെൻ. ദൈവമക്കളെ, ഇതുപോലെ തന്നെത്താനെ വെടിഞ്ഞ് നമ്മൾക്ക് മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യന് വേണ്ടി ജീവൻ നൽകിയ ഒരു വ്യക്തിയും ഒരു ഇസവും ഒരു ഫിലോസഫിയും ഇല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാം, നാം സേവിക്കുന്ന യേശു വളരെ യുണീക്കാ. ഇതിനെതിരായി ഒരാൾ കാണിക്കട്ടെന്ന്. നമുക്ക് ഇന്ന് വരെ ഇതിനെതിരായി, ഇതുപോലെ തുല്യനായി, ഇതിനെ പകരമായി ഒന്ന് കാണാത്തത് കൊണ്ടാണ് ഈ കർത്താവിനെ ആരാധിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമില്ല, ഞങ്ങൾ കാണിക്കുന്ന ക്രിസ്തുവിനെ പോലെ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാം. അങ്ങനെ കാണിക്കാൻ ഒരുത്തനില്ല, അങ്ങനെ പകരം പറയുവാൻ ആരുമില്ല, അവന് തുല്യമായ ആരുമില്ല, അവന് പകരമായ ആരുമില്ല, അവനെ പോലാരുമില്ല, അവന് സമാനമായ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അതുല്യനായ യേശുവിനെ ആരാധിക്കുന്നത്. മനസ്സിലായവർ അക്ഷരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ പഠനങ്ങൾ, നമ്മുടെയൊക്കെ ഈ ആരാധനകൾ, നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥനകളിൽ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യേശുവിന് വേണ്ടി ജീവൻ പണയം വെക്കാം. ജീവൻ പണയം വെക്കാം. കാരണം ഗ്യാരണ്ടി ആയിട്ടാണ് പറയുന്നത്, ആരംഭമില്ലാത്തവൻ അവൻ മനുഷ്യനായി അവതരിച്ചു. ഇത്രയും ഈ 2 പോയിന്റ് നമുക്ക് മനസ്സിലാക്കിയത്, അവന്റെ തുല്യനായി ആരുമില്ല. പ്രൈസ് ഗോഡ്. ഇനി മൂന്നാമത്തെ കാര്യം, യേശു അതുല്യന. അവനെ തുലനം ചെയ്യുവാൻ വേറെ ആരുമില്ല. അതുല്യന. He is unique. എന്തുകൊണ്ടാ? The sinless nature of Jesus Christ. Sinless nature of Jesus Christ അതുല്യനായി പറയാനുള്ള കാരണം എന്തുവാ? സിമ്പിൾ തിങ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുല്യനായ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പാപമില്ലായിരുന്നു. ഇതിന്റെ 3 എഫക്റ്റ് നിങ്ങൾ കാണിക്കാം. ഒന്ന്, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്ന മുമ്പേ ഉള്ള യേശുവിന്റെ നേച്ചറിനെ 2 കൊരിന്ത്യർ 5:21 പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹ അത് പഠിപ്പിക്കുന്നത് എന്തുവാ? For our sake he made him. That means God made Jesus to be sin who knew no sin, so that in him we might become the righteousness of God. Powerful words. ഇത് യേശുവിന്റെ മനുഷ്യ അവതാരത്തിന്റെ മുമ്പിലുള്ള യേശുവിന്റെ കണ്ടീഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പൗലോസ്. യേശുവിന്റെ കണ്ടീഷൻ, ആ മനുഷ്യനായി അവതരിക്കുന്ന മുമ്പ് യേശുവിന്റെ കണ്ടീഷൻ എന്തുവായിരുന്നു? സിൻലെസ്നെസ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 5:21 മലയാളത്തിൽ നിന്ന് വായിച്ച് സഹായിച്ചാൽ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ദൈവം
പാപം അറിയാത്തവനെ അല്ലെങ്കിൽ ദൈവം യേശുവിനെ പാപം അറിയാത്തവനായ യേശുവിനെ പാപമാക്കി തീർത്തു. പാപം ആക്കി തീർത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ തന്നെ അങ്ങ് പാപിയാക്കി, അല്ലെങ്കിൽ യേശുവിനെ അങ്ങ് പാപം അവന്റെ മേൽ അങ്ങ് ചുമത്തി വെച്ചു. ദാറ്റ് മീൻസ് പാപമില്ലാത്തവന്റെ മേൽ പാപം ചുമത്തി വെച്ചു. പാപത്തെ അറിയാത്തവൻ, പാപമില്ലാത്തവൻ, ദാറ്റ് മീൻസ് മനുഷ്യനായി അവതരിക്കുന്ന മുമ്പേ അവനിൽ പാപമില്ലായിരുന്നു എന്നാ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ our sake, നമ്മൾ കാരണവശാൽ, നമ്മുടെ കാരണത്തിൽ, he made him to be sin who knew no sin. പാപം അറിയാത്തവനെ പാപമാക്കി മാറ്റി. അവനെ പാപിയാക്കി മാറ്റിയേക്കാട്ടിലും ഉപരിയായി പറഞ്ഞ അവനെ അങ്ങ് പാപമാക്കി മാറ്റി. ദാറ്റ് മീൻസ് ആ ഹോൾ പേഴ്സണാലിറ്റി, ക്യാരക്ടറിനെ ലോകത്തിലെ സകല പാപങ്ങളും കൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം എന്താ അറിയാമോ? സോ ദാറ്റ് വി മൈറ്റ് ബിക്കം റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. മക്കളെ, റൈച്ചസ്നെസ് ഓഫ് ഗോഡ് മലയാളത്തിൽ പറഞ്ഞ എന്തുവാ? നമ്മൾ ദൈവത്തിന്റെ എന്തുവായി മാറണം? ദൈവത്തിന്റെ നീതിയായി മാറണം, അല്ലേ? അങ്ങനല്ലേ അത്? ദൈവത്തിന്റെ നീതിയാകാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സ്പെഷ്യലി നമുക്ക് പാരമ്പര്യമായ ഒരു പഠനമുണ്ട്. നമ്മുടെ ഈ നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ആ നീതിയാണ്. നീതിയെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, സെക്കൻഡ് പ്രാക്ടിക്കൽ റൈച്ചസ്നെസ്. നമുക്ക് ആദ്യം ലഭിച്ചത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതിയൊന്നും അല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയും നീതിയല്ല. യേശു ക്രിസ്തുവിനെ നീതി നമ്മളെ അങ്ങ് ധരിപ്പിച്ചു. നമ്മുടെ പാപം അവനെ ധരിപ്പിച്ചപ്പോൾ അവന്റെ നീതി നമ്മളെ ധരിപ്പിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം ഇതിനെയാ പറയുന്നത്. അതിനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. ദാറ്റ് മീൻസ് ഇംപ്യൂട്ടഡ് സിൻ. ഞാൻ പാപിയായത് എങ്ങനെ? ആദ്യം ഞാൻ പാപിയായത് എങ്ങനെയാ? ഞാൻ പാപിയായത് ഞാൻ പാപം ചെയ്തത് കൊണ്ടല്ല. നോ, ആരോ പാപം ചെയ്തത് കൊണ്ട് അവന്റെ പാപം എന്റെ മേൽ ചുമത്തി വെച്ചു. അങ്ങനെയാ ഞാൻ പാപത്തിൽ ഗർഭം ധരിക്കുന്നത്. പിന്നെ ഞാൻ പാപം ചെയ്തു. അപ്പൊ രണ്ട് രീതിയിലാണ് ഞാൻ പാപി. ഒന്ന്, ആദം നിമിത്തം ഞാൻ ഇംപ്യൂട്ടഡ് പാപിയാണ്. സെക്കൻഡ്, എന്റെ പാപ പ്രവൃത്തി നിമിത്തം ഞാൻ പാപിയാകുന്നു. അപ്പൊ ഈ രണ്ട് പാപി. പക്ഷെ ആദ്യം ഞാൻ പാപിയായത് എന്റെ പാപം പ്രവൃത്തി നിമിത്തമല്ല. ആരോ പാപം ചെയ്തതുകൊണ്ട് ആ പാപത്തെ എന്റെ മേൽ ഇംപ്യൂട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പാപിയായി മാറി. ഇതുപോലെ തന്നെ ഞാൻ നീതീകരിക്കപ്പെടുന്നതും, ഒരു മനുഷ്യന്റെ പാപത്താൽ ഞാൻ പാപിയായിട്ടുണ്ടെങ്കിൽ അടുത്ത മനുഷ്യന്റെ നീതിയാൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു. നാം ഇവിടെ ഇരിക്കുന്നത് ദൈവമക്കളെ നമ്മുടെ ആറ് നീതി പ്രവൃത്തി നിമിത്തമല്ല. പ്രശംസിക്കുവാൻ നമ്മുടെ ഒരു പ്രവൃത്തിയും പറ്റത്തില്ല. ഒരു കാര്യം പറയാം, ജഡത്തിൽ പ്രശംസിക്കാൻ നമുക്ക് പറ്റത്തില്ല, എന്ത് ചെയ്താലും. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം, നിങ്ങൾ വിശുദ്ധിയുടെ ഏറ്റവും ഉച്ചക്കോട്ടിൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ സാധുവായിരിക്കും. നിങ്ങളുടെ വേഷധാരണത്തിൽ നിങ്ങൾ ഭയങ്കര പവിത്രനായിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വാക്കുപോലും പാളിപ്പോകാതെ നിങ്ങൾ സംസാരിക്കുമായിരിക്കും. നിങ്ങൾ ഇടപെടുമ്പോൾ ഭയങ്കര സ്വീറ്റായിട്ട് ഇടപെടുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരുമാതിരി കുഴപ്പമില്ലാതെ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലുള്ള പവിത്രത ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ കറപിറണ്ടത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ റൈച്ചസിന് മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് ജഡത്തിൽ ഒരാളും പ്രശംസിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ പാപം യേശുവിന്റെ മേൽ ചുമത്തിയപ്പോൾ യേശുവിന്റെ നീതി എന്റെ മേൽ ചുമത്തി. അങ്ങനെയാ ഞാൻ നീതിമാനായി മാറിയത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ പെന്തിക്കോസ്ത് സഭയിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ വളരെ വിയോജിപ്പുണ്ട്. എന്നോ നമ്മൾ ഒരാളിനെ പാപിയായി കാണുമ്പോൾ കണ്ടോ അവന്റെ പ്രവൃത്തി, കണ്ടോ അവൻ എങ്ങനെയാ, കണ്ടോ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നാം എവിടെയോ നമ്മളെ പ്രവൃത്തിയിൽ പ്രശംസിക്കുന്നുണ്ട്. അത് വരാതിരിക്കുവാൻ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ആരെങ്കിലും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിലല്ലാതെ പ്രശംസിക്കാൻ ഒന്നുമില്ല. നമ്മൾ എത്ര വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രമാത്രം പാപത്തിന് അകന്ന് നിന്നെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്രമാത്രം വിശുദ്ധിയുടെ വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രശംസിക്കാൻ അതൊന്നുമില്ല. പ്രവൃത്തിയിലല്ല നാം പ്രശംസിക്കുന്നത്. നമ്മുടെ മേൽ പകരപ്പെട്ട നീതിയുടെ ഒരു വസ്ത്രമുണ്ട്, ഞങ്ങളെ ധരിപ്പിച്ച നീതിയുടെ വസ്ത്രമുണ്ട്. അത് യേശുവിനാൽ ലഭിച്ചതാ. അതുപോലെ വസ്ത്രം ധരിപ്പിച്ചത് വേറെ ആരുമില്ല. സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ് പറയുമ്പോൾ തന്നെ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റും കൂടി ഇതിനോട് കൂടി പറയണം.
അവൻ എപ്രകാരം പാപമല്ലായിരുന്നു അവനെ പാപിയാക്കി മാറ്റിയപ്പോൾ, പാപമായിരുന്ന എന്നെ, നീതിമാനല്ലാത്ത എന്നെ നീതിമാനാക്കി മാറ്റി. അതിൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പാപമില്ലാത്തവനെ പാപിയാക്കി മാറ്റിയെങ്കിൽ അതിന്റെ അർത്ഥം നീതിമാനല്ലാത്ത എന്നെ നീതിമാനാക്കി മാറ്റി. അപ്പോൾ ആദ്യം ഞാൻ നീതിമാനായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. രണ്ടാമത്തെ നീതിയുണ്ട്, അതാ എത്തിക്കൽ വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെ പ്രാക്ടിക്കൽ വർക്കും കൊണ്ട് നീതിയായി നമ്മൾ പോകുന്നത്. പക്ഷെ അതിൽ പ്രശംസിക്കാനൊന്നുമില്ല, അത് ചെയ്യാൻ പറ്റുന്നത് കൃപയാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃപയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഇനി ഒരു കാര്യം കൂടി, ഞാൻ ഇത് എന്റെ ഔട്ട് ഓഫ് സിലബസ് ഒന്ന് പോവുക. പരിശുദ്ധാത്മാവിൽ നമ്മളിൽ വരുമ്പോൾ, നാം ആത്മീകന്മാരായി മാറുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അധികം ആത്മീകരായി മാറി എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ദൈവവചന പ്രകാരം വളരെ തെറ്റാത്. നാം പരിശുദ്ധാത്മാ പ്രാപിക്കുമ്പോൾ ഇന്ന ആൾക്കാരെക്കാട്ടിലും ഞാൻ ബെറ്ററായി എന്ന് പറയാനേക്കാട്ടും ഉപരിയായി ഇങ്ങനെ പറയേണ്ടത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ, യേശു എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പഴയതിനെക്കാട്ടിലും ബെറ്ററായി. ഞാൻ ഇവിടെ ഇരിക്കുന്ന സാജു ജോൺ മാത്യു ബ്രദറുമായിട്ട് ബെറ്ററായി എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വിയോ വർഗീസ് പാസ്റ്ററെക്കാട്ടിലും ബെറ്റർ ആയി പോയെന്ന്. അത് പറയുന്ന ഭയങ്കര മണ്ടത്തരമാണ്. ഈ ലോകത്തിൽ ഒരു വ്യക്തിയെക്കാട്ടും നമുക്ക് ബെറ്റർ ആകാൻ പറ്റത്തില്ല. നാം ബെറ്റർ ആകാൻ പറ്റും. ഞാൻ എന്റെ പഴയതിനെക്കാട്ടും ഞാൻ ഇപ്പോൾ ബെറ്റർ ആകാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാ വരുമ്പോഴും യേശുവിലുള്ള നമ്മുടെ ആത്മീക കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മുടെ കമ്പാരിസൺ വേറൊരു പാപിയോടല്ല, വേറൊരു വ്യക്തിയോടല്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളോടല്ല, ചർച്ചിന്റെ വേറൊരു മെമ്പറിനോടല്ല. നമ്മുടെ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെയാണ്. പഴയത് ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ എസ്പെഷ്യലി നമ്മുടെ പഠിപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നാളുകളായി ഈ നാട്ടിലെ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ കാട്ടിലും അധികമായ അധികമായി ഞാൻ ഒരു ബെറ്റർ ആയിരിക്കുന്നു, അവരുടെ ജീവിതത്തെക്കാട്ടിലും എൻ്റെ ജീവിതം ബെറ്റർ ആയിരിക്കുന്നു, അവരുടെ പ്രാർത്ഥനയെക്കാട്ടിലും എൻ്റെ പ്രാർത്ഥന ബെറ്റർ ആയിരിക്കുന്നു, അവരുടെ പ്രസംഗത്തെക്കാട്ടിലും എൻ്റെ പ്രസംഗം ബെറ്റർ ആയിരിക്കുന്നു. കർത്താവ് വരുമ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ വേറെ ആരുമായിട്ടില്ല, നമ്മുടെ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെയാണ്. പഴയ ഷിബു തോമസിനെക്കാട്ടിലും ഇന്ന് ഞാൻ എങ്ങനെയായിരിക്കുന്നു, പഴയ ഷിബു തോമസ് പ്രസംഗിച്ചതിനെക്കാട്ടിലും ഇന്ന് ഞാൻ എങ്ങനെയായിരിക്കുന്നു, പഴയ ഷിബു തോമസിന്റെ പ്രാർത്ഥന ജീവിതത്തെക്കാട്ടും അധികം ഇന്നത്തെ ഷിബു തോമസ് എങ്ങനെയുണ്ട്, അത് ഞാൻ എന്നിൽ തന്നെ നോക്കണം, നിങ്ങൾ നിങ്ങളിൽ തന്നെ നോക്കണം. നമ്മൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ല, കർത്താവിന്റെ ശരീരം തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം ദൈവമക്കളെ, നമ്മൾ പ്രീ ഇൻകാർണേഷൻ, യേശുവിന്റെ ജഡ അവതാരത്തിന് മുമ്പിൽ അവൻ പാപിയായിട്ടില്ലായിരുന്നു, പാപം അറിയാത്തവനായിരുന്നു. അവൻ പാപം അറിയാത്തവനെ പാപം ചുമത്തി എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടാമത്തെ അർത്ഥം, ഞാൻ നീതിമാൻ അല്ലായിരുന്നു, എന്റെ മേൽ നീതി ചുമത്തി, കർത്താവിന്റെ നീതി ചുമത്തി. ഇനി അടുത്തൊരു ഭാഗം ഇതിനകത്ത് നോക്കുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, വേഗത്തിൽ നിന്ന് കടന്നു പോകാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ അതുല്യനായ ദൈവം, ഈ ദൈവത്തെ ഇപ്പോൾ വേറെ ദൈവം ഇല്ല എന്ന നമ്മുടെ വിഷയം. ഓക്കെ, ഇവിടെ വായിക്കുന്ന ശ്രദ്ധിച്ചേ. For we do not have a high priest who is unable to empathize with our weakness, but we have one who have been tempted in every way, just as we are, yet he did not sin. മലയാളത്തിൽ ഈ ഭാഗം ഇത്ര വ്യത്യസ്തമായിട്ടാണ് എഴുതിക്കുന്നത് എനിക്കറിയാം. പണ്ട് ഞാൻ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മലയാളത്തിൽ വായിച്ചെന്ന്, പാപം ഒഴികെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആ കറക്റ്റ് ട്രാൻസ്ലേഷൻ പാപം ഒഴികെ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കറക്റ്റ് ട്രാൻസ്ലേഷൻ മലയാളത്തിലുള്ള ചെറിയ വാക്ക് പിശക് അതിനകത്തുണ്ട്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അറിയാം. He was tempted like us in every ways, just as we are, yet he did not sin. യേശുവിന് പാപം ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ പാപം ഒഴികെ എല്ലാത്തിലും ടെംപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി എല്ലാത്തിലും ടെംപ്റ്റ് ചെയ്തു, യെറ്റ് ഹി കെയിം വിത്തൗട്ട് സിൻ, പാപമില്ലാത്തവനായി പുറത്തിറങ്ങി. ദൈവമക്കളെ, നമുക്കൊരു മാതൃക അവിടെ നിൽക്കുന്ന ഒരു കാര്യം ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, യേശുവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. യേശു പാപം ചെയ്യാതിരുന്നത് പോലെ യേശുവിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. യേശു അറിയാത്തവനാ, പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിനെ ഇംപെക്കബിലിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, പെക്കബിലിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്,
നമ്മളോട് സഹതപിക്കാൻ പറ്റുന്ന ഒരു കർത്താവ്. ദാറ്റ് മീൻസ് എന്നെ എല്ലാ തലത്തിലും അറിയുന്ന ഒരു കർത്താവ്. ഞാൻ കടന്നു പോകുന്ന എൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ, ഞാൻ കടന്നു പോകുന്ന ജഡത്തിലുള്ള എൻ്റെ പോരാട്ടങ്ങൾ, ഞാൻ കടന്നു പോകുന്ന എൻ്റെ തോട്ടിലുള്ള എൻ്റെ പോരാട്ടങ്ങൾ, ഞാൻ എല്ലാ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ ചിന്താഭാരങ്ങൾ, അതെല്ലാം നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ കർത്താവിനെ പോലെ തുല്യനായി വേറെ ആരുമില്ല. ഹല്ലേലൂയ. അക്കരെ നിന്നിട്ട് ഇങ്ങനെ നീന്ത് അങ്ങനെ നീന്ത് എന്ന് പറയുന്ന നീന്തൽ പഠിപ്പിക്കുന്ന ഒരു ദൈവമല്ല. എന്നോടൊപ്പം നിന്ന് ഇറങ്ങി വന്ന് വെള്ളത്തിൽ മുങ്ങി എന്നോടൊപ്പം നീന്തി കരയെ കൊണ്ടുപോകുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ അതുല്യനായ ദൈവത്തെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ നാം ദൈവത്തെ സ്തോത്രം ചെയ്യണം. ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രാരാബ്ധങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, വേദന ഉണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. ഈ സ്ട്രഗിൾസ് എല്ലാം വരുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ പൊത്തി പുലർത്തുന്ന ഒരു കർത്താവുണ്ട്. ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സിൻലെസ് നേച്ചർ ഓഫ്. അപ്പോൾ ഇൻകാർണേറ്റഡ്, ആദ്യം പ്രീ ഇൻകാർണേറ്റഡ് ആയിരുന്നു. വരുന്ന മുമ്പേ പാപം അറിയാത്തവൻ, വന്നു കഴിഞ്ഞപ്പോൾ പാപം ചെയ്യാത്തവൻ. ശ്രദ്ധിച്ചോ? വരുന്ന മുമ്പേ പാപം അറിയാത്തവൻ, വന്നു കഴിഞ്ഞപ്പോൾ പാപം ചെയ്യാത്തവൻ. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം കൂടി അതിനകത്തുണ്ട്, പോസ്റ്റ് ഇൻകാർണേറ്റഡ് സിൻലെസ്നെസ് നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വന്ന് പോയതിന്റെ ശേഷം 1 യോഹന്നാൻ 3:5 പോയതിന്റെ ശേഷം കർത്താവായ യേശു ക്രിസ്തു ജഗത്തിൽ അവതരിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തതിനു ശേഷമുള്ള ഭാഗത്തെ കുറിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. യു നോ ദാറ്റ് ഹി അപ്പിയർഡ് ഇൻ ഓർഡർ ടു ടേക്ക് അവേ സിൻസ് and in him there is no sin. മലയാളത്തിൽ വായിക്കാം. 1 യോഹന്നാൻ 3:5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. ദാറ്റ് മീൻസ് അപ്പൊ പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് ഉള്ള സംഭാഷണം ഇത്. നിങ്ങൾ അറിയുന്നല്ലോ അവൻ നമ്മുടെ പാപങ്ങളെ നീക്കുവാനാ പ്രത്യക്ഷമായത്. അപ്പൊ പ്രത്യക്ഷത കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുവാ? ഇൻ ഹിം ദെർ ഈസ് നോ സിൻ. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുന്ന മുമ്പേ അവനിൽ പാപം ഇല്ലായിരുന്നു. മനുഷ്യനായി പ്രത്യക്ഷമായപ്പോൾ അവൻ പാപം ചെയ്തില്ല. മനുഷ്യനായി പ്രത്യക്ഷമായി സ്വർഗത്തിൽ പോയപ്പോൾ അവനിൽ പാപം വീണ്ടും കണ്ടില്ല. ദാറ്റ് മീൻസ് സിൻലെസ് നേച്ചർ. ഈ കർത്താവിനെ തുല്യനായി പറയുവാൻ വേറെ ആരും. ഞാൻ എന്തുകൊണ്ടാണ് ഈ കർത്താവിനെ ആരാധിക്കുന്നത്? അതിന്റെ കാരണം പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അവനിൽ കണ്ടിട്ടില്ല. ഈ 3 ഗുണവിശേഷം, 3 പൊസിഷനാണ്, പ്രീ ഇൻകാർണേഷൻ, ഇൻകാർണേഷൻ ആൻഡ് പോസ്റ്റ് ഇൻകാർണേഷൻ. അതിൽ ഈ കർത്താവിനെ കാണാൻ പറ്റി. അതുല്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കാൻ കൃപ നൽകി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. 4ാമത്തെ കാര്യം, എന്തുകൊണ്ട് യേശു അതുല്യനായിരിക്കുന്നു? 4ാമത്തെ കാര്യം, യേശുവിന്റെ പഠിപ്പീര്, അവന്റെ പഠിപ്പീര് പോലും വേറൊരു പഠിപ്പീര് ലോകത്തിൽ ആർക്കും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവനെ പോലെ ടീച്ചറിനെ നമ്മൾ കണ്ടിട്ടില്ല. അത്രയ്ക്കും പവർഫുൾ ടീച്ചിങ്. മത്തായി എഴുതിയ സുവിശേഷം 7:28-29 വാക്യങ്ങൾ. അവിടെ എഴുതിക്കുന്നത് എന്തുവാ? When Jesus had finished saying these things, the crowd were amazed at his teaching, because he taught as one who had authority and not as their teachers of law. അന്ന് വരെ കണ്ട എല്ലാ ടീച്ചർമാരെയും, എല്ലാ പഠിപ്പിക്കുന്ന സാറുമാരെ കണ്ടപ്പോൾ അതൊക്കെ അവർക്കൊന്നും അധികാരത്തോടൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ അറിയാം, അത് വെച്ചാ പഠിപ്പിക്കുന്നത്. പക്ഷെ യേശു പഠിപ്പിച്ചതല്ല, അധികാരത്തോടാ പഠിപ്പിച്ചത്. അതിന്റെ കാരണമുണ്ട്. ഓരോ വാക്യവും, ഓരോ വാക്കുകൾ അവനാൽ ഉളവായതും കൊണ്ടും, എഴുതപ്പെട്ടതെല്ലാം അവനെ കുറിച്ചായതും കൊണ്ടും, ഇനിയും വരാൻ പോകുന്ന കാര്യവും അവനിൽ മാത്രം നിശ്ചിതമായിരിക്കുന്നത് കൊണ്ടും അവൻ അധികാരത്തോടെ സംസാരിച്ച, അവനെ പോൽ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു മാസ്റ്ററിനെ ലോകം കണ്ടിട്ടില്ല. ദൈവമക്കളെ, ഒരു സ്കൂളിലും ഒരു കോളേജിലും പോകാത്ത യേശു കർത്താവിന്റെ പേരിൽ മില്യൺസ് ഓഫ് സ്കൂൾസ് ആൻഡ് മില്യൺസ് ഓഫ് കോളേജ് ആൻഡ് മില്യൺസ് ഓഫ് PhD ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവമായിരുന്നു, അതുല്യനായ ദൈവമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്താവിനെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവമക്കളെ, നമ്മൾ 4 കാരണം നാം നോക്കിയപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് തുല്യനായ ആരുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:46 വാക്യത്തിൽ അവിടെ ഒരു ഓഫീസർ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഒരു ഓഫീസർ പറയുന്നു, നോ വൺ എവർ സ്പോക്ക് ലൈക്ക് ദിസ് മാൻ. ഇന്ന് വരെ ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും യേശു സംസാരിച്ചതുപോലെ വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇന്നും കാതുകളിൽ മുഴങ്ങുന്ന ശബ്ദം, എല്ലാ വാക്കുകളും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പറ്റത്തില്ല. എൻകൗണ്ടർ ഉണ്ടായവരാണ് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്പിരിച്വൽ ആയിട്ട് കർത്താവായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റും. എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്തൊരു രാത്രിയുണ്ട്, ഇന്നും മറക്കാൻ പറ്റാത്തൊരു രാത്രിയുണ്ട്. ഒരു രാത്രിയിൽ ഞാന് സുവിശേഷ വേല ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മറുതലിച്ചിട്ട് എന്നെ മമ്മിയുമായിട്ട് വടക്കിട്ടിട്ട് കിടന്നുറങ്ങിയപ്പോൾ അന്ന് രാത്രി എൻ്റെ അമ്മ മുറി അടച്ചിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഞാൻ വേറെ മുറി കിടക്കുമ്പോൾ രാത്രിയിൽ ഏകദേശം 12:30 ആയപ്പോൾ എന്നോട് ഇടപെട്ട, വേറെ ഒരു സിറ്റിയിൽ കിടന്ന എന്നോട് ഇടപെട്ട ഒരു കർത്താവുണ്ട്. 2 സിറ്റിയിലാണ് ഞങ്ങള്. പക്ഷെ രാത്രിയാമങ്ങൾ ഒരു സിറ്റിയിൽ ഇരുന്ന് അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ സിറ്റിയിൽ ഇരുന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വന്ന ഒരു ദർശനം കാണിച്ചിട്ട് എനിക്കൊരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായി. അവിടെ ഞാൻ കർത്താവിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഷിബു, ഞാൻ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത്, ഷിബു, ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്തും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ സമർപ്പിച്ച ആ നാളിലെ എൻകൗണ്ടർ ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഇന്നും പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവത്തെ ഡൗട്ട് ചെയ്യുന്ന പോലും സമയങ്ങൾ വരാറുണ്ട്. ചിലതൊക്കെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത സമയം വരുമ്പോൾ, കർത്താവെ എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ, ദൈവം ഉണ്ടോ എന്ന് പോലും ചോദ്യം എന്ന സമയത്ത് എന്നെ ഓർപ്പിക്കുന്ന ആ ഒരു എൻകൗണ്ടർ, അന്ന് രാത്രിയിൽ നിന്റെ ഉറക്കത്തിൽ എണ്ണിപ്പിച്ച് എന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവം ജീവിക്കും. ദൈവമക്കളെ, ഇന്നും എന്നെ പിടിച്ചു നിർത്തുന്ന, പല ഘട്ടത്തിൽ എന്നെ പിടിച്ചു നിൽക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എതിരാളികൾ കാണാറുണ്ട്, നമ്മുടെ എതിരായി സംസാരിക്കുന്ന ആൾക്കാരെ കേൾക്കാറുണ്ട്. ഈ ശുശ്രൂഷ മതി എന്ന് വിചാരം പോലും വരുന്ന പല വിചാരങ്ങൾ വരുമ്പോൾ പിടിച്ചു നിർത്തുന്ന ആ ഇമ്പമേറിയ ശബ്ദമാ ആ ഒരു എൻകൗണ്ടർ. ദൈവമക്കളെ, നമുക്കൊക്കെ അങ്ങനത്തെ ഒരു എൻകൗണ്ടർ കിട്ടിയത് കൊണ്ടല്ലേ നമ്മളൊക്കെ നിലനിൽക്കുന്നത്. Nobody can talk like Jesus talk. യേശു സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. Praise God. അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ the miracles of Christ. യേശുവിന്റെ miracles, യേശു ചെയ്ത അത്ഭുതം പോൽ വേറെ ആരും ചെയ്തിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ സുവിശേഷത്തിൽ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. Jesus performed many other signs in the presence of his disciples, which are not recorded in this book, but these are written that you may believe that Jesus is Messiah, the Son of God, and that by believing you may have life in his name. യേശു അത്ഭുതം ചെയ്തതുപോലെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭൂമിയിൽ കാണിച്ച മിറക്കൽ നമുക്ക് ഒരു പട്ടികയുണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട് മിറക്കൽസിന്റെ. പക്ഷെ ഇങ്ങനെ യോഹന്നാൻ എഴുതുന്നത്, താൻ ചെയ്തതെല്ലാം എഴുതാൻ പോയി കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ദിവസമല്ല, ഓരോ മണിക്കൂറുകളിലും പലവിധമായ മിറക്കൽസ് നടന്നിട്ടുണ്ട്. ഈ മക്കളെ, നമ്മുടെ ലൈഫിൽ തന്നെ ഒന്ന് മിറക്കൽസ് നോക്കിക്കേ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില മിറക്കൽസ് ഉണ്ട്, പക്ഷേ ഓരോ ദിവസവും ശ്വാസം എടുക്കുമ്പോൾ ഓരോ ശ്വാസവും ഒരു മിറക്കിളാ. എത്രയോ മിറക്കിൾസ് ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ഈ കർത്താവിനെ പോലെ വേറെ ആർക്കും മിറക്കിൾസ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആർക്കും ഒരു അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. അതുല്യനായ കർത്താവ് തന്റെ ജനനത്തിന് മുമ്പിൽ തന്നെ അതുല്യനായിരുന്നു. മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ അതുല്യനായിരുന്നു. പാപമില്ലാത്ത അതുല്യത അവനുണ്ട്. പഠിപ്പിച്ചപ്പോൾ അവൻ അതുല്യനായിരുന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും അതുല്യനായിരുന്നു. ആ അതുല്യനായ ദൈവത്തെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവിടെ ഇരിക്കുന്ന, men of Israel, hear these words, Jesus of Nazareth, a man attested to you by God with mighty works and wonders and signs that God did through him in your midst, as you yourself know. ഈ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 22-ാം വാക്യം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചിരുന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു.
Amen. അപ്പോൾ യേശുവിന്റെ മിറക്കിൾസിനെ കുറിച്ച് ഇവിടെ വിളിച്ചു പറഞ്ഞത് പത്രോസിന്റെ ഒരു പ്രസംഗമായത്. മെൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ എല്ലാ പുരുഷന്മാരോട് പറയുക, നിങ്ങൾക്കറിയാം ഈ നസ്രയനായ യേശുവിനെ. ഈ യേശു ദൈവത്താൽ വന്നതും ദൈവത്താൽ അറ്റസ്റ്റ് ചെയ്തതും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചതും അത്ഭുതങ്ങളാൽ താൻ ദൈവത്വത്തെ താൻ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുകയും ചെയ്തു. ദാറ്റ് മീൻസ് ഡിവിനിറ്റിയെ പ്രസ്താവിച്ചു. ദൈവമക്കളെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് അതുല്യനായ കർത്താവ്, അവന്റെ തുല്യനായി ആരും ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്നു പോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നു പോയിട്ടില്ല. ഇന്നും ഞാൻ പറയാം, അത്ഭുതം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷിക ചിന്തയിൽ അസാധ്യം, നടക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നത് അത് അത്ഭുതമായി ദൈവം നടത്തി തരും തന്റെ മുൻനിർണയ പ്രകാരം. ഇന്നും ജീവിതത്തിൽ അവൻ ചെയ്യും. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ഈ കർത്താവ് അത്ഭുതം ചെയ്യും. അവന്റെ പകരമായി വേറെ ആരുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാസ്റ്ററിനും ചെയ്യാൻ പറ്റത്തില്ല, ഒരു അഭിഷിക്തനും ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രവാചകനും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുന്നത് ഭൂമിക്ക് മീതെ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമം. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നും ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാരുമുണ്ട്. മാനുഷിക എല്ലാ കരങ്ങളും അസ്തമിച്ചു പോയപ്പോൾ, മാനുഷിക ബുദ്ധികൾ ക്ഷയിച്ചു പോയപ്പോൾ, മാനുഷിക കരങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, ഈ സ്വർഗത്തിലെ അദൃശ്യനായ കരം ഇന്നും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുണ്ട്. ഈ ദൈവം അതുല്യന വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ഒരു ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു മനുഷ്യനല്ല അത്ഭുതം ചെയ്തേ, ഒരു എണ്ണയ്ക്കും അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. അത്ഭുതം ചെയ്യാൻ പറ്റുവാൻ ഒറ്റ നാമമുള്ളൂ, അത് യേശുവിന്റെ നാമം. ആറാമത്തെ കാര്യം, യേശുവിനെ പോൽ വേറെ ആരും മരിച്ചിട്ടില്ല. ദി അറ്റോൺമെന്റ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ പോൽ ആരും മരിച്ചിട്ടില്ല. അവന്റെ തുല്യമായ ഒരു മരണം ആർക്കും ഉണ്ടായിട്ടുമില്ല. 1 പത്രോസ് 3:18 ഫോർ ക്രൈസ്റ്റ് ഓൾസോ സഫർഡ് വൺസ് ഫോർ സിൻ, the righteousness for unrighteous, to bring you to God. He was put to death in the body but made alive in the spirit. അത് മലയാളത്തിൽ കൂടി ഒന്ന് വായിക്കാം. 1 പത്രോസ് 3:18 ഒന്ന് മലയാളത്തിൽ കൂടി വായിക്കാം. ശ്രദ്ധിക്കണം, യേശു ഒരിക്കലായി നമുക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. അവൻ നമുക്ക് വേണ്ടി എല്ലാ കഷ്ടതകളും അനുഭവിച്ചു. വായിക്കാമെന്ന് 1 പത്രോസ് 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യേശു മരണം അനുഭവിച്ചു നമുക്ക് വേണ്ടി, നമ്മളെ നീതീകരണം തരുവാൻ വേണ്ടി, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി യേശു കഷ്ടം സഹിച്ചു. യേശു സഹിച്ചതുപോലെ ഈ ലോകത്തിൽ വേറെ ആരും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് യേശു അതുല്യന. അപ്പോൾ ജനനത്തിൽ മാത്രമല്ല അതുല്യൻ, മരണത്തിലും അതുല്യന. ജനിച്ചപ്പോഴും അതുല്യനായിരുന്നു. എങ്ങനെയാന്റെ ജനനമൊക്കെ നമുക്കറിയാം. ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾ പോയില്ല, അല്ലേ? ഒരു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. അതുല്യനായ ഒരു ജനനം, അതുല്യനായ ഒരു മരണം. ക്രൂശിൽ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ യേശുവിന്റെ മരണം വളരെ ഡിഫറെന്റ് ആയിരുന്നു. മരിച്ചവരാരും ചരിത്രം ഉണ്ടാക്കിയിട്ടില്ല. ക്രൂശിൽ മരിച്ചവരുടെ ചരിത്രം എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ ക്രൂശിൽ മരിച്ചിട്ട് ചരിത്രം എഴുതിയ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് യേശു കർത്താവ. ക്രൂശിന്റെ മരണം ഐഡന്റിറ്റി തകർക്കാൻ വേണ്ടിയാ. ക്രൂശിലെ മരണം എന്നേക്കുമായി ഒരു വ്യക്തിയുടെ പേര് അവസാനിപ്പിക്കാൻ വേണ്ടിയാ. റോമാ സർക്കാർ 300 വർഷമായിട്ട് മില്യൺസ് ഓഫ് ആൾക്കാരെയാ ക്രൂശിച്ചത്. യേശുവിനെ മാത്രം ഒന്നുമല്ല ക്രൂശിച്ചത്, ആ മില്യൺസ് ഓഫ് ആൾക്കാരാണ് മരിച്ചത്. പക്ഷെ ഒരാളിനെ ക്രൂശിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ വ്യക്തിയുടെ പേരിൽ ആരും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ആത്മഹത്യ ചെയ്തവന്റെ വീട്ടുകാരോട് ഒരു ബന്ധമുണ്ടെന്ന് സാധാരണ ആൾക്കാർ പറയത്തില്ല. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല, നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് അതിനകത്ത് ഒരിക്കലും കാണിക്കത്തില്ല, അല്ലെ? ഓയ് നമുക്ക് അറിയത്തില്ല, ഇനി നമ്മുടെ കൂടെ അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ അറിയത്തില്ല, എനിക്കറിയത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. അത്രയും നാൾ ഇല്ലാത്തവരൊക്കെ നമ്മൾ ബന്ധം ഉണ്ടാക്കിയാലും ഈ വ്യക്തിയുമായി നമുക്ക് ബന്ധം ഉണ്ടാക്കത്തില്ല. കാരണം നമുക്കൊരു ഐഡന്റിറ്റി വെക്കുവാൻ ആഗ്രഹമില്ല. ഇപ്രകാരമായിരുന്നു റോമാ സർക്കാരിൽ 300 വർഷം ഒരാൾക്ക് ഒരു ക്രൂശിലെ മരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അസോസിയേറ്റ് ചെയ്യുന്ന ആരുമില്ല. അതോടുകൂടി ആ വ്യക്തിയുടെ പേര് പോലും ആരും എഴുതത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം, ക്രൂശിക്കപ്പെട്ടവന് ശേഷം ആരെയും അടക്കാറില്ല കേട്ടോ.
ഒരു 99% അല്ലെങ്കിൽ 95% ആൾക്കാരെയും അടക്കാറില്ല. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ക്രൂശിൽ തന്നെ ജഡം, അവിടെ പക്ഷികൾ വന്ന് ആ മാംസം കഴിക്കുകയും അവസാനം എല്ലുകൾ താഴെ വീടിന് ശേഷം പട്ടികൾ, ആ നായ്ക്കൾ ആ എല്ല് കഴിക്കുകയും ചെയ്യും. ഒരു മനുഷ്യനും അടക്കത്തില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഒരു രാജാവോ പൊളിറ്റിക്കലോ ലീഡറിനെ ഇപ്രകാരം ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് അവർ ബോഡി ചോദിച്ചാൽ ചിലപ്പം കൊടുക്കും. അതല്ലാതെ 95% ബോഡീസ് തിരിച്ചു കൊടുക്കത്തില്ല. ഒന്നത്. സെക്കൻഡ്, ചരിത്രത്തിൽ അവരുടെ പേരുകൾ മായ്ച്ചു കളയും. ആരും പറയത്തില്ല ഇതെന്റെ കുടുംബക്കാരാണെന്ന്. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട ആളിന്റെ കുടുംബക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും പിടിച്ച് ക്രൂശിക്കും. അതുകൊണ്ട് ഒരാളും പറയത്തില്ല ഇന്ന ആള് എന്റെ ആളാണ്. അങ്ങനെ 300 വർഷം ക്രൂശിക്കപ്പെട്ട ഇടയിൽ ഒരാളുടെയും പോലും ചരിത്രം എഴുതിയിട്ടില്ല, ഒരാളുടെയും ഐഡന്റിഫിക്കേഷൻ ഇല്ല. കാരണം ക്രൂസിഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ടു വൈപ്പ് ഔട്ട് ദി ഐഡന്റിഫിക്കേഷൻ, അതാ അതിന്റെ അർത്ഥം. റോമ സർക്കാരിന്റെ ഏറ്റവും വലിയ ഈ പീനൽ പണിഷ്മെന്റ് ക്രൂസിഫിക്ഷൻ പറയുമ്പോൾ വൈപ്പ് ഔട്ട് ദ ഐഡന്റിറ്റി. ദാറ്റ് മീൻസ് അവന്റെ എല്ലാ അഡ്രസ്സും മായ്ച്ചു കളയണം. അതാ അതിന്റെ ഐഡന്റിറ്റി. ദൈവമക്കളെ, ഈ ഒരു യേശുവിനെ ക്രൂശിൽ കയറ്റിയപ്പോൾ അവർ ഓർത്തു 300 വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കയറ്റി, അതുപോലെ ഒരുത്തനെ ആയിരിക്കും കയറ്റുന്നത് എന്ന് പറഞ്ഞ് അവരെ ക്രൂശിൽ കയറ്റി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൂശിൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം റോം സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരല്ലായിരുന്നു അതുവരെ. അന്നു മുതൽ ആ റോം സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരായി മാറി. എന്താണ് അറിയാമോ? പ്രസംഗിച്ചപ്പോൾ പത്രോസ് പ്രസംഗിച്ചതുപോലെ, നിങ്ങൾ കൊന്ന യേശുവിനെ ഞങ്ങളുടെ ദൈവം ജീവിപ്പിച്ചു. അതുകൊണ്ടാണ് എല്ലാ ഇടങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോ, പത്രോസ് പ്രസംഗിക്കുമ്പോഴും പൗലോസ് പ്രസംഗിക്കുമ്പോഴും യോഹന്നാൻ പ്രസംഗിക്കുമ്പോഴും എല്ലാ ലേഖനത്തിലും എഴുതപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, ക്രൂശിക്കപ്പെട്ട. ദാറ്റ് മീൻസ് അന്നു മുതൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചരിത്രവും ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ഐഡന്റിറ്റിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത ആദ്യം 120 പേരായിരുന്നു. അതങ്ങോട്ട് ചെയ്തപ്പോൾ പിന്നെ 120 അങ്ങ് 3000 പിന്നെ 5000 പിന്നെ എണ്ണമില്ലാതെ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോം സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരായ. അന്ന് വരെ റോം സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരല്ലായിരുന്നു. ക്രൂശിക്കപ്പെടണം എന്ന് റോം സർക്കാരിന്റെ ആവശ്യമല്ലായിരുന്നു, യഹൂദന്മാരുടെ ആവശ്യമായിരുന്നു. അവർക്ക് ക്രൂശിലെ മരണം യഹൂദന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ റോം സർക്കാരിനെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അവർക്ക് പീനൽ പണിഷ്മെന്റ് ക്രൂസിഫിക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് റോം സർക്കാരിനെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചു. പക്ഷെ റോം സർക്കാർ അവർ പറഞ്ഞൊക്കെ ചെയ്തെങ്കിലും ഇന്ന് വരെ 1000 ക്രൂശിക്കപ്പെട്ടെങ്കിലും ഒരാൾ പോലും പേരിൽ ഒരു സമൂഹം എഴുന്നേറ്റ് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഒരുത്തന്റെ പേരിൽ ഒരു സമൂഹം എഴുന്നേറ്റു. ദൈവമക്കളെ, 300 വർഷങ്ങൾ അതിനുശേഷം നമുക്കറിയാം, കോൺസ്റ്റന്റൈന്റെ സമയം വരെ ഇവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. പക്ഷേ എല്ലാ പുസ്തകങ്ങൾ തകർത്തു, കീറി വലിച്ചു, അവരെ ചുട്ടുകളഞ്ഞു. ക്രിസ്ത്യാനികളെ എരിയുന്ന തീക്കത്തിട്ടു, സിംഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു, വൈൽഡ് ആനിമൽസ് മുമ്പിൽ ഇട്ടുകൊടുത്തു. അവർ ഓർത്തു ക്രിസ്ത്യാനിത്വം, ക്രൂശിലെ മരിച്ച യേശുവിന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും നിൽക്കാൻ പാടില്ല. പക്ഷെ ലോകം മൊത്തം പടർന്നു. അതിന്റെ കാരണമുണ്ട്, അതുല്യനായ കർത്താവ് അവിടെ മരിച്ചത്. സാധാരണ ഒരുത്തനല്ല മരിച്ചത്. സാധാരണ ഒരുത്തൻ മരിച്ചത് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അസാധാരണമായ ഒരുത്തനോട് അസാധാരണമായി മരിച്ചത് കൊണ്ട് അതിനെ ചരിത്രമാക്കി മാറ്റി. അതോടുകൂടി ക്രൂശിലെ മരണം ഫെയിലിയറായി മാറി. അതുകൊണ്ട് ആ പത്രോസ് പ്രസംഗിക്കുമ്പോഴും പൗലോസ് പ്രസംഗിക്കുമ്പോഴും ആദ്യ നൂറ്റാണ്ട് സഭ പ്രസംഗിക്കുമ്പോഴും ഇന്നും നമ്മൾ പ്രസംഗിക്കുമ്പോഴും നമ്മൾ പറയും, ക്രൂശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാ വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. കാരണം നമുക്ക് ഉണ്ണിയേശു അല്ല നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. ഈ പുൽത്തൊട്ടിയിൽ വെക്കപ്പെട്ട യേശു അല്ല നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ ക്രൂശിൽ തറച്ച യേശു, നിങ്ങൾ കൊന്ന യേശു ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അതാ ഞങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ. അതുല്യനായ മരണം. 7ാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോട്ടെ ഞാൻ. 7ാമത്തെ കാര്യം, ദ റിസറക്ഷൻ ആൻഡ് അസെൻഷൻ. ഉയർത്തെഴുന്നേറ്റും അതുല്യനാണ്. ആരും ഇതുപോലെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. 1 Corinthians 15:20, but in fact Christ has been raised from dead, the first fruit of those who have fallen asleep. That means അവൻ ആദ്യ ഫലമായി മാറി, മരിച്ചെഴുന്നേറ്റവരിൽ ആദ്യ ഫലം. ദാറ്റ് മീൻസ് ഇതിന് മുമ്പിൽ ആരും അവനെ പോലെ എഴുന്നേറ്റിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി എഴുന്നേൽക്കുന്നവർ അവനിൽ മാത്രമേ എഴുന്നേൽക്കത്തുള്ളൂ, അവൻ കൂടാതെ ആരും എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് അതുല്യനായ കർത്താവ്. വേഗത്തിൽ പോകാൻ അറിയാൻ തീർക്കാൻ സമയമായി, അതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ. ലാസ്റ്റിൽ ഒന്നും കൂടി പറയാം. ദ ഇന്റർസെക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ പോൽ വേറെ ആരും മധ്യസ്ഥ അണക്കുന്നില്ല.
യേശുവിനെ പോലെ ആരും മധ്യസ്ഥനായി തീർന്നില്ല, ആരും മധ്യസ്ഥത അണയ്ക്കുന്നില്ല. എബ്രായ ലേഖനം 7:25 Therefore he is able to save completely those who come to God through him, because he always lives to intercede for them. ഇത് മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിച്ചാലും മതിയാവും. എബ്രായ ലേഖനം 7:25 ഒന്ന് വായിക്കാം ഇത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നാഥ ജീവിക്കുന്നതിനാകയാൽ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഓ പ്രൈസ് ഗോഡ്. പൂർണ്ണമായി രക്ഷിക്കുവാൻ വേണ്ടി അവൻ ജീവനോടിരിക്കുന്നു, പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു, മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഈ ലോകത്തിൽ ആരും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചില്ലെങ്കിലും, മധ്യസ്ഥ അണയ്ക്കുവാൻ സഭയില്ലെങ്കിലും, പാസ്റ്റർ ഇല്ലെങ്കിലും, വിശ്വാസി ഇല്ലെങ്കിലും, കൂട്ടുകാർ ആരും ഇല്ലെങ്കിലും നമ്മളോടൊപ്പം എപ്പോഴും ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ഭാരപ്പെടുന്നു, അയ്യോ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ല, എന്തോ ചെയ്യാനാ പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ല, ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. മതി, നിന്നോടൊപ്പം കണ്ണീർ ഉരിക്കുന്ന, നിന്നോടൊപ്പം നിൽക്കുന്ന, നിന്നോടൊപ്പം പ്രവർത്തിക്കുന്ന, നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. സകലതുമായിട്ടും പരീക്ഷിക്കപ്പെട്ട കർത്താവ്, നിന്റെ കണ്ണീർ ഒപ്പുവാൻ കഴിവുള്ള ഒരു കർത്താവ്. അവനെ തുല്യനായി വേറെ ആരുമില്ല. അവന്റെ പോലും മധ്യസ്ഥ അണയ്ക്കുവാൻ വേറെ ആർക്കും പറ്റത്തില്ല. മധ്യസ്ഥന്മാർ ഏറെയില്ല ഈ ലോകത്തിൽ. മധ്യസ്ഥ അണയ്ക്കുവാൻ ഒറ്റ നാമമേ ഉള്ളൂ മനുഷ്യന്റെ ഇടയിലും ഭൂമി സ്വർഗത്തിലും, അത് യേശു എന്നുള്ള നാമമാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് ആരാധിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതുല്യനായ കർത്താവ്. ഇനി ഈ അതുല്യനായ കർത്താവിൽ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് അതുല്യനായ കർത്താവ് നമുക്ക് ഒരു ദാനം നൽകി തന്നു, പരിശുദ്ധാത്മ. പറഞ്ഞു, ഞാൻ പോകുക, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മ നൽകി തരുന്നു. ആരും ഇന്ന് വരെ പോയപ്പോൾ എന്റെ പകരമായി ഇന്നാ നിങ്ങൾക്ക് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു തരുവാൻ ആരുമില്ലായിരുന്നു. കർത്താവ് പോയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നില്ല. യു ഹാവ് എൻ അഡ്വക്കേറ്റ്. John 14:26 you have an advocate. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആൻഡ് ഇത് പിതാവ് നിങ്ങൾക്ക് നൽകി തരുന്നത്. എന്റെ നാമത്തിൽ പിതാവ് നിങ്ങൾ നൽകി തരും. ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലത്തെ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിട്ട് പോയി അതുല്യനായ കർത്താവ്. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, ദൈവം നമുക്ക് നൽകി തന്ന ഗിഫ്റ്റാ. എന്തുവാ? പരിശുദ്ധാത്മ എന്നുള്ള ഗിഫ്റ്റ്. 10ാമത്തെ കാര്യം, ആൻഡ് ദ ലാസ്റ്റ് തിങ്, ആൻഡ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുല്യന. അവൻ ആദിയിൽ വന്നവൻ മാത്രമല്ല, ഇനിയും വേഗം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയവൻ ആരുമില്ല. ഒരു ഇസമുമില്ല, ഒരു ഫിലോസഫറുമില്ല, ഒരു ദൈവവുമില്ല. ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയതാ. ഫസ്റ്റ് ഇന്നിംഗ് കഴിഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഇന്നിംഗിന് ഇനി വരുവാ മടങ്ങി. Revelation chapter 22:12 Look, I am coming soon. My reward is with me, and I will give you to each person according to what they have done. അപ്പോൾ റിവാർഡ് തരുവാൻ ഈ യേശു നമുക്ക് വേണ്ടി വേഗം കടന്നു വരുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ, For the Lord himself will come down from heaven with a loud command, with the voice of archangels, and with the trumpet call of God, and the dead in Christ will first rise, and after that we who are still alive and are left will be caught up together with him in the clouds to meet the Lord in the air, and so we will be with the Lord forever. Amen. ഇത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം അല്ലെ. റെവലേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് 1 Thessalonians 4:16 കോണ്ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം. ദൈവമക്കളെ, കർത്താവിന്റെ ഏറ്റവും വലിയ പ്രോമിസാ, ഞാൻ ആദിയിൽ ആരംഭത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പറയുന്നത്, അവസാനം ഞാൻ വീണ്ടും മടങ്ങി വന്നു നിങ്ങളെ എന്നോടൊപ്പം ചേർക്കുവാൻ. ഈ അതുല്യനായ കർത്താവിനെ പോൽ വേറെ ആരുമുണ്ട്? അവന്റെ തുല്യനായി വേറെ ആരുണ്ട്? അവനെ പോൽ വേറെ ആരുണ്ട്? അവന്റെ പകരമായി വേറെ ആരുണ്ട്? ദൈവമക്കളെ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അതുല്യനായ ദൈവത്തെ, അതുല്യനായ കർത്താവിനെ സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റും. എല്ലാവരും നമ്മളെ തന്നെ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ അതുല്യനായ യുണീക് ക്രൈസ്റ്റിനെ അനുഭവിക്കുവാൻ,
വിശ്വസിക്കുവാൻ കൃപ ലഭിച്ച എല്ലാ ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തേ. ആമേൻ. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നൽകപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി തന്നല്ലോ. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് വലിയവനായ ദൈവമാ, ത്രിയേകനായ ദൈവമാ. യേശു ക്രിസ്തുവിന്റെ അതുല്യത, അവനെ പോൽ വേറെ ആരുമില്ലെന്ന് ഞങ്ങൾ തന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകാവസാനം ഞങ്ങളെ വീണ്ടും തന്നോടൊപ്പം കൊണ്ടുപോകാൻ, നിത്യതയിൽ ഒരുമിച്ച് പാർക്കുവാൻ വരെ ഞങ്ങൾക്ക് നൽകി തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. അതുല്യനായ കർത്താവിനെ രുചിച്ചറിയുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. മരിക്കുന്ന മുമ്പേ ഈ ക്രിസ്തുവിനെ കാണുവാൻ, തന്റെ ശിഷ്യന്മാരായി തീരുവാൻ, തന്റെ ജനമായി തീരുവാൻ, തന്റെ നീതിയെ ഞങ്ങളുടെ നീതിയാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നും ഹൃദയങ്ങളെ തട്ടി ഉണർത്തി വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയിൽ മറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേടുന്നതിനായി സ്തോത്രം. ഈ ലൈനിലായിരിക്കുന്ന സകല ദൈവമക്കളെയും, ഈ വീഡിയോ കാണുന്ന സകല കുടുംബങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയം നൽകി തന്ന ദൈവമക്കൾക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.